ഹായ് നമസ്കാരം. പുതിയൊരു ലീഗൽ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ, വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരാളുമായി ലിവിങ് റിലേഷൻഷിപ്പ് ഇത് നിയമപരമായി അനുവദനീയമാണോ നിങ്ങൾക്കറിയാമോ? എങ്കിൽ കേട്ടോളൂ. ഇപ്പോഴാണെങ്കിൽ അതായത് ന്യൂഡൽഹിയിലാണ് സംഭവം. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. വിവാഹിതരായി കഴിയുന്നവർ വിവാഹമോചനം നേടാതെ മറ്റൊരു പങ്കാളിയുമായി ലിവിങ് റിലേഷൻഷിപ്പിൽ കഴിയുന്നത് നിയമപരമായി അനുവദിക്കാനാവില്ലെന്നാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ചു കഴിയുന്ന തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഒരു സ്ത്രീയും പുരുഷനും ഹൈക്കോടതിയെ സമീപിച്ചു. ഇവർ രണ്ടുപേരും വെവ്വേറെ വിവാഹിതരാണ്. എന്തെന്ന് അതായത് എയും ബിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ, എ ഹസ്ബൻഡും ബി വൈഫും. അതുപോലെ സിയും ഡിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇതിൽ എയും ഡിയും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പ് അവർ കൊടുത്തൊരു കേസാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഓർഡറായിട്ട് വന്നിട്ടുള്ളത്. അതായത് രണ്ടുപേരും വെവ്വേറെ വിവാഹിതരാണ്. അതിനാൽ ഇതിൽ നിന്നും വിവാഹമോചനം നേടാതെ ലിവിങ് റിലേഷൻഷിപ്പ് അനുവദിക്കാനാവില്ലെന്നാണ് ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് വ്യക്തമാക്കിയത്. ഒന്നിച്ചു കഴിയാൻ സംരക്ഷണം വേണമെന്ന് ഇവരുടെ ഹർജിയെ സംസ്ഥാന സർക്കാർ എതിർത്തു. ഇരുവർക്കും നിയമപരമായ ജീവിത പങ്കാളിയുണ്ടെന്നും അതിൽ നിന്നും വിവാഹമോചനം നേടാതെ ഹർജി അനുവദിക്കരുതെന്നും സർക്കാരും വാദിച്ചിരുന്നു. ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചാണ് കോടതി ഇവരുടെ ആവശ്യം തള്ളിയത്. അത് ശരിയല്ലേ? പ്രായപൂർത്തിയായ രണ്ടുപേരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് പോലും ഇടപെടാൻ ഇപ്പോൾ അവകാശമില്ലെന്ന് ജസ്റ്റിസ് വിവേക് കുമാർ തന്നെ പറയുന്നുണ്ട്. അതേസമയം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പരിപൂർണമല്ല. ജീവിത പങ്കാളിക്കൊപ്പം കഴിയാനുള്ള ഒരാളുടെ അവകാശം മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇല്ലാതാക്കാനാവില്ലല്ലോ. ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ നിയമപരമായ അവകാശത്തിലേക്ക് കടന്നു കയറാനുള്ളതുമല്ല. അതിനാൽ അവർ ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടിയ ശേഷം മാത്രമേ ഇഷ്ടമുള്ളവരോടൊത്ത് കഴിയാവൂ എന്നാണ് ആര് പറഞ്ഞത്? അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞത്. അത് കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് തന്നെയാണ്.